ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നജാഷ് ഡിസൈൻ. 10 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പ് തയ്ച്ചെടുത്താലോ. സ്ലീവ്സ് കട്ട് ചെയ്യേണ്ട, ആം ഹോളിന് വേണ്ടി കട്ട് ചെയ്യേണ്ട ഒന്നുമില്ല കേട്ടോ. ഇതൊന്നും ഇല്ലാതെ തന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു കഫ്താൻ ഷോർട്ട് ടോപ്പാണ് തയ്ച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ സ്റ്റിച്ചിങ്ങിൽ തുടക്കക്കാരാണെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. അതിനായിട്ട് ഞാനൊരു പാറ്റേൺ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റിൽ നമുക്കിതുപോലെ കർവായിട്ട് നിൽക്കുന്ന രൂപത്തിലാണ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കർവായിട്ട് നിൽക്കുന്ന രൂപത്തിലാണ് ആ ഒരു ടോപ്പ് വരുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു ഭാഗം കർവായിട്ട് കട്ട് ചെയ്യുക ഒന്നും വേണ്ട കേട്ടോ. അപ്പം ഞാൻ ആ ഒരു പാറ്റേൺ കാണിക്കുകയാണ്. ഇതേപോലെ നമ്മളൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഇതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. പക്ഷെ നമ്മൾ തയ്ച്ചിട്ട് ഇട്ട് കഴിയുമ്പോൾ ഈ ഒരു കർവായിട്ടായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക. അത് നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, സ്ലീവ്സിൻ്റെ ആ ഒരു ഭാഗം താഴേക്ക് തൂങ്ങി നിൽക്കുമ്പോൾ താഴെ ഭാഗം അതേപോലെ തൂങ്ങി പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഫ്രണ്ട് നെക്ക് ഞാൻ ഒരു റൗണ്ട് നെക്കായിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നെക്കിൻ്റെ വിടുത്തായിട്ട് നമുക്ക് 6 ഇഞ്ചാണ് ടോട്ടൽ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ 3 ഇഞ്ച് എടുത്താൽ മതി. അത് ഞാൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്യുന്ന സമയത്ത് കാണിക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടുന്ന് ഇത്ര ഭാഗം നമുക്ക് ഷോൾഡർ വരിക കേട്ടോ. 2 സൈഡിലും ഷോൾഡറും വരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്ലീവ്സും, ആ സ്ലീവ്സിൻ്റെ ലെങ്ത്തും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ കാണണം. അപ്പോൾ 2 സൈഡിലും ഷോൾഡർ വിടുത്തായിട്ട് 8 ഇഞ്ച് എടുക്കുകയാണെങ്കിൽ ബാക്കി നമുക്ക് സ്ലീവ്സിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് സ്ലീവ്സിൻ്റെ ലെങ്ത്താണ് കേട്ടോ. നമുക്ക് എത്രയാണോ സ്ലീവ്സ് വേണ്ടത്, ഫുൾ സ്ലീവ്സ് ചെയ്യാതിരിക്കായിരിക്കും ബെറ്റർ. കാരണം താഴേക്ക് നല്ല 2 സൈഡ് തൂങ്ങിപ്പോവും. അപ്പോൾ ഞാൻ എൽബോ വരെയുള്ള മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ. ഒരു എൽബോ മുതൽ മറ്റേ എൽബോ വരെയുള്ള മെഷർമെൻറ്റ്സ് ആണ് എടുക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്തുണ്ടല്ലോ നമുക്ക് ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ആ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പാടില്ല, ഓപ്പണാണ് വരേണ്ടത്. ഇതിലൂടെയാണ് നമ്മൾ സ്ലീവ്സ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 4 ഇഞ്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. 2 സൈഡിലും കൂടി ആകുമ്പോൾ നമുക്ക് 8 ഇഞ്ചാണ് കേട്ടോ വരിക. അപ്പം ഇത്രയും ഭാഗം നമ്മൾ അവിടെ ഓപ്പണാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ അങ്ങനെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഷോൾഡറിൻ്റെ ജോയിൻ്റ് നമ്മൾ ആം ഹോളിന് വേണ്ടിയിട്ട് ഇതുപോലെ വരക്കില്ലേ, ഇതുപോലെ ആയിരിക്കും നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാൻ. നോർമലി നമ്മളൊരു ടോപ്പിന് വേണ്ടിയിട്ട് ആം ഹോളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പാറ്റേൺ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ആം ഹോളിൻ്റെ ഇവിടെ ആയിരിക്കും നമുക്ക് ചെസ്റ്റിൻ്റെ ലെങ്ത്ത് വരിക, ചെസ്റ്റ് റൗണ്ട് വരിക. അപ്പോൾ ആ ചെസ്റ്റ് റൗണ്ടും ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടുന്ന് താഴേക്ക് നമ്മൾ വേസ്റ്റിൻ്റെ ഈ ഒരു ടോട്ടൽ ലെങ്ത് എത്രയാണോ ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇതായിരിക്കും നമ്മുടെ സ്റ്റിച്ച് വരിക കേട്ടോ. ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യില്ല, ആംഹോളിൻ്റെ ഭാഗം ഒന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്യില്ല. അവിടെ നമുക്ക് ഹാൻഡ് ഇടാൻ സ്ലീവ്സിൻ്റെ ഓപ്പൺ ആയിട്ട് പോവും. പിന്നെ ഈ 2 സൈഡിൽ ഞാനിപ്പോൾ വരച്ചെടുത്തുള്ള ചെസ്റ്റ് പോയിൻറ്റിൽ നിന്ന് താഴേക്ക് ആ ഒരു ലെങ്ത്തിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ നമ്മളിതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും. അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം നമ്മൾ മെഷറൊന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പക്ഷേ ഞാനൊരു ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. ഇതിൽ ഞാൻ ഒന്നുകൂടി കാണിക്കാം. നമ്മുടെ നെക്കിൻ്റെ വിടുത്തായിട്ട് 6 എടുത്തു. അതുപോലെ തന്നെ ഷോൾഡർ നമുക്ക് എത്രയാണോ എടുക്കേണ്ടത്, നമ്മൾ ഷോൾഡർ വിടുത്ത് എടുക്കൂലേ, ആ ഒരു പോയിൻറ്റിൽ നിന്നും അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലീവ്സിന് വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾക്ക് ഒന്നുമില്ല, നമ്മൾ നമ്മുടെ ഒരു എൽബോ മുതൽ മറ്റേ എൽബോ വരെയുള്ള മെഷർമെൻറ്റ്സ് നെക്കിൻ്റെ അതിലൂടെ, ഷോൾഡറിൻ്റെ നെക്കിൻ്റെ അതിലൂടെ ഒരു മെഷർമെൻറ്റ്സ് എടുക്കുക. എന്നിട്ട് ഒറ്റ പീസായിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. ബാക്കിലും ഫ്രണ്ടിലും നമുക്ക് ഓരോ പീസായിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പിക്ചർ കൂടി കാണിക്കാം. നമ്മൾ കൈ ഉയർത്തി പിടിച്ചാൽ ഇതുപോലെ നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ ഈ ഒരു ടോപ്പിന് വേണ്ടിയിട്ട് കിട്ടുക. കൈ താത്തുമ്പോഴാണ് ആ ഒരു ഷോൾഡറിൻ്റെയും സ്ലീവ്സിൻ്റെ ഭാഗം നമ്മൾ താഴ്ന്ന് നിൽക്കുമ്പോൾ 2 സൈഡിലും താഴ്ന്നിട്ട് ഒരു കർവ് പോലെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് കിട്ടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് വരുന്നത്. ഇനി നമുക്ക് ഇത് എത്രയാണോ സ്ലീവ്സ്, ഇപ്പോൾ ഞാൻ എൽബോ വരെയാണ് എടുക്കുന്നത്. ഒരു 15 ഇഞ്ചൊക്കെ വലിയവർക്ക് 15 ഇഞ്ചൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിത് 5 വയസ്സായ കുട്ടികളുടെ മെഷർമെൻറ്റ്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് കൈ അധികം നമ്മൾ ഫുൾ സ്ലീവ്സ് എടുത്താണെങ്കിൽ അത്യാവശ്യം നല്ല താന്ന് നിൽക്കും. അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് ഇറിറ്റേഷൻ ആവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഞാനൊരു എൽബോ വരെയാണ് എടുക്കുന്നത്. ഇതിൽ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഈ 2 സ്റ്റാൻഡിങ് ലൈനായിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ തയ്യൽ തുമ്പ് ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഏതൊരു ബിഗിനേഴ്സിനും വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പാറ്റേൺ. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു പാറ്റേൺ ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ 5 വയസ്സായ കുട്ടിയുടെ മെഷർമെൻറ്റ്സിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. 2 പീസ് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എനിക്കിവിടെ ടോട്ടൽ ലെങ്ത് ആയിട്ട് വരുന്നത് 12 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് ഞാനൊരു 13.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിഡ്ത്തായിട്ട് ഒരു കൈമുട്ട് മുതൽ ഷോൾഡറിൻ്റെ അതിലൂടെ മറ്റേ കൈമുട്ട് വരെയാണ് കേട്ടോ മെഷർ ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ എനിക്കിവിടെ 20 ഇഞ്ചാണ് വേണ്ടത്. അതിലേക്ക് ഞാൻ 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് നമുക്ക് 2 സൈഡിലും മടക്കി തയ്ക്കാനുണ്ട്. അങ്ങനെ ഞാൻ ആ ഒരു 22 ഇഞ്ചായിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതിപ്പോൾ ഒറ്റ പീസാണ്. അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടും ബാക്കും ആക്കിയിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ നമുക്ക് ഫ്രണ്ട് പീസ് ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിൽ നെക്കും ഷോൾഡറും സ്ലീവ്സും എല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്തായിട്ട് 3 ഇഞ്ചും ഡെപ്തായിട്ട് 3 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെ ഞാൻ ചെറിയൊരു റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കാണ് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കാനുണ്ട്. ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് വിഡ്ത്തായിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടുന്ന് താഴേക്ക് ഒരു 1.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കിൽ നമ്മൾ അധികം ഇറക്കുന്നില്ല. അതുപോലെ തന്നെ തലഭാഗം കൊള്ളാനായിട്ട് 2.5 ഇഞ്ച് ഓപ്പൺ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ നമ്മൾ ഹുക്ക് എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് 2.5 ഇഞ്ച് ഓപ്പണും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നെക്കിൻ്റെ പാറ്റേൺ വരുന്നത്. ഇനി ഞാനിവിടെ താഴേക്ക് 2.5 ഇഞ്ച് ഓപ്പൺ കൊടുത്തല്ലോ ഹുക്ക് വെക്കാനായിട്ട്. ആ ഒരു ഭാഗം എക്സ്ട്രാ ഒരു പീസ് വെച്ചിട്ട് തയ്ച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷം നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസ് നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗം ഷോൾഡറും സ്ലീവ്സൊക്കെ ഈ ഒരു ഭാഗമാണ് വരുന്നത്. ആ ഒരു ഭാഗം തയ്ച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ ശേഷം സൈഡൊക്കെ ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൽ എക്സ്ട്രാ വരുന്നത് ഒരു നെക്കിൻ്റെ ഭാഗമാണ്. അതും നമുക്ക് എക്സ്ട്രാ ഒരു പീസ് വെച്ചിട്ട് തയ്ച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാ ഒരു 4 ഇഞ്ച് 5 ഇഞ്ചോ നമുക്ക് എത്രയാണോ സ്ലീവ്സിൻ്റെ ഒരു ഓപ്പൺ വരേണ്ടത് അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 സൈഡിലും ഈ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ചെസ്റ്റ് പോയിൻ്റ് കണ്ടുപിടിച്ചിരുന്നല്ലോ. ചെസ്റ്റ് വിഡ്ത്ത് എത്രയാണോ വരുന്നത് അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് റൗണ്ടിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്സ് വേണമെന്നില്ല കേട്ടോ. കുറച്ച് ലൂസിൽ നിൽക്കുന്നതായിരിക്കും ഒന്നുകൂടി ഭംഗി. പിന്നെ നമുക്ക് ഇടാനും ഊരാനൊക്കെ കുറച്ചുകൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ലൂസിൽ ചെയ്തെടുക്കാം കേട്ടോ. അവിടുന്ന് താഴേക്ക് ഇതുപോലെ ഒരു ലൈനായിട്ടൊന്ന് വരച്ച് കൊടുക്കുക. ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല വശത്തിന് മുകളിലാണ് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ എഡ്ജും താഴെ ഭാഗവും എല്ലാം നമ്മളൊന്ന് തയ്ച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ഹുക്ക് വെക്കാനുള്ള ഭാഗം എക്സ്ട്രാ ഒരു പീസ് വെച്ചിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഷോൾഡറിൻ്റെ സ്ലീവ്സിൻ്റെ ഈ ഒരു ഭാഗം തയ്ച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ഇനി നമുക്ക് നെക്കിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ അതും ഒരു എക്സ്ട്രാ പീസ് വെച്ചിട്ട് നെക്കിൻ്റെ ഭാഗം ഒന്ന് തയ്ച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഭാഗം ടാപ്പ് വെച്ചിട്ട് അളന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചൊരു പീസ് കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ക്രോസ് കട്ടും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് മറിച്ചിട്ട് തയ്ച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് റൗണ്ടിലും ഒന്ന് ക്രോസ് കട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ശേഷം നമുക്ക് ആ ഒരു തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചുറ്റിലും ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇനി ഹുക്കും കൊടുക്കാം. ഇത് അതിൻ്റെ ഉൾവശം ഇതുപോലെയാണ് വരുന്നത്. ഇനി നമുക്ക് സൈഡ് മുഴുവനായിട്ടും ജോയിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സൈഡിൽ നമുക്ക് ലേസൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയാണ് കേട്ടോ. കോയിൻ ലേസും അല്ലെങ്കിൽ ഹാങ്ങിങ് ലേസൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. പക്ഷെ എൻ്റെ അടുത്ത് അത് അത്ര ലെങ്ത്ത് ഇല്ലാത്തത് കാരണം ഞാൻ ഒരു മിറർ ലേസാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പാറ്റേൺ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡിലും ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ നല്ല എഡ്ജിലായിട്ട് നമുക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം. പക്ഷെ ഞാൻ അത്ര നല്ല എഡ്ജിൽ സ്റ്റിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ ആ ഒരു ചെസ്റ്റ് റൗണ്ട് നോക്കിയിട്ട് അങ്ങനെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് നമുക്ക് ഷേപ്പിലും കൂടെ നിൽക്കും, അതിന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു അറ്റത്ത് കൊണ്ടുപോയിട്ട് സ്റ്റിച്ച് ഇട്ടാലും ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ നോക്കിയല്ലോ ചെസ്റ്റിൻ്റെ ആ ഒരു വിഡ്ത്ത് അത് നോക്കിയിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഒന്നില്ലെങ്കിൽ നമുക്ക് സ്ലീവ്സിന് വേണ്ടിയിട്ട് ഒരു ഓപ്പൺ ഇട്ട് കൊടുത്തതിന് ശേഷം അവിടുന്ന് താഴേക്ക് നമുക്കിതുപോലൊരു സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേസ്റ്റ് റൗണ്ടിൻ്റെ അത് നോക്കിയിട്ട് അതുപോലെ ഒന്ന് ഇവിടുന്ന് താഴേക്ക് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ഷേപ്പിൽ നിൽക്കും. മറ്റേത് കുറച്ച് ലൂസിൽ അങ്ങനെ നിൽക്കും. രണ്ടായാലും ഈ ഒരു ഔട്ട്ഫിറ്റ് ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ചെസ്റ്റ് റൗണ്ട് നോക്കിയിട്ട് പിന്നെ സ്ലീവ്സിൻ്റെ ആ ഒരു ഓപ്പണിൻ്റെ അവിടെ എക്സ്ട്രാ സ്റ്റിച്ചൊന്നും കൊടുക്കുന്നില്ല. അതാ ഈ ഒരു ലൈന് രണ്ട് സൈഡിലും വരച്ചിട്ടുണ്ട്. ഇവിടെ ആണ് സ്റ്റിച്ച് കൊടുക്കുന്നത്. നല്ല വശത്ത് നോക്കിയിട്ട് തന്നെ ഒരു സ്റ്റിച്ച് നമുക്കവിടെ കാണും കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല, രണ്ട് സൈഡിലായിട്ട് പോയിക്കോളും. അപ്പോൾ ഇതാ ആ ഒരു ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് അങ്ങനെ നമുക്ക് നോക്കിയാൽ കാണാനൊന്നും പറ്റില്ല, പക്ഷേ രണ്ട് സൈഡിലും നല്ല ഷേപ്പായിട്ട് നമുക്ക് ആ ഒരു ഭാഗം കിട്ടും കേട്ടോ. ഇനി ഇത് ഇട്ട് കഴിയുമ്പോഴാണ് കേട്ടോ നമുക്ക് രണ്ട് സൈഡിലേക്കും തൂങ്ങി നിൽക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുക. ഇതാ ഈ ഒരു സ്ലീവ്സിൻ്റെ ഭാഗം താഴേക്ക് വരുമ്പോഴാണ് രണ്ട് സൈഡും തൂങ്ങി നിൽക്കുക. പിന്നെ ഞാനിവിടെ സ്ലീവ്സ് എൽബോ വരെ എടുത്തിട്ടുള്ളൂ. ഫുൾ സ്ലീവ്സൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല തൂങ്ങും കേട്ടോ. ഇനി അങ്ങനെയാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിത് നാളത്തെ പരിപാടിക്ക് വേണ്ടി തലേന്ന് കുത്തിയിരുന്ന് ചെയ്യൂലേ, അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ള ഒരു ടോപ്പും സ്കേർട്ടുമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.